ഭാരത ക്രൈസ്തവ സഭയുടെ സ്ഥാപകനും വാതിലും കാവലും എല്ലാത്തിനുമുപരി നമ്മുടെ പിതാവുമായ പരിശുദ്ധനായ മാർ തോമാസ് ശ്ലീഹായുടെ ധന്യതയേറിയ രക്തസാക്ഷിത്വത്തിൻ്റെ 1950 ഓർമ്മ മലങ്കര സഭ നിർവഹിക്കുമ്പോൾ ആ പരിശുദ്ധൻ നമ്മിലുണർത്തിയ ക്രിസ്തുബോധത്തെ സവിസ്തരം ഉദ്ഘോഷിക്കുക എന്നുള്ളത് ഓരോ മലങ്കര സഭാ മക്കളുടെയും കടപ്പാടാണ്. മാർത്തോമൻ വിശ്വാസ പൈതൃകത്തെ ഓരോ മലങ്കര നസ്രാണികളും നെഞ്ചിലേറ്റി ഉദ്ഘോഷിക്കുമ്പോൾ ആ പരിശുദ്ധൻ ഇനിയും അനേകം കാര്യങ്ങൾ നമ്മിലൂടെ ഈ മണ്ണിൽ നിർവഹിക്കാനുണ്ട് എന്നുള്ള ഉറച്ച ഉത്സാഹത്തിലും ബോധ്യത്തിലുമായിരിക്കണം നാം ആ പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മ നിർവഹിക്കേണ്ടത്. കാരണം ആ പരിശുദ്ധ പിതാവ് നമുക്ക് നൽകിയത് ഒരു ഗുരുവിൻ്റെ ശിഷ്യത്വം മാത്രമല്ല, ഒരു ശിഷ്യത്വത്തിലെ ഗുരുത്വം കൂടിയാണ്. ഗുരുശിഷ്യ ബന്ധത്തിലെ ഏറ്റവും സനാതനമായ സത്യം തുറന്നു കാട്ടുന്ന ഒരു ബുദ്ധകഥയുണ്ട്. അതിപ്രകാരമാണ്. ശ്രീബുദ്ധന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനായിരുന്നു ആനന്ദൻ. ബുദ്ധൻ മടങ്ങിപ്പോകുമ്പോൾ ആനന്ദൻ ബുദ്ധനോട് ചോദിക്കുകയാണ്, ഗുരുവേ, അങ്ങ് എനിക്ക് എന്താണ് തരുന്നത്? ബുദ്ധൻ തിരിച്ചു നൽകുന്ന ഉത്തരം, ആനന്ദ, എല്ലാവരും എൻ്റെ അങ്കിക്ക് വേണ്ടിയാണ് ചോദിച്ചത്, അവർക്കെല്ലാം ഞാൻ എൻ്റെ അങ്കി കൊടുക്കുകയാണ്. പക്ഷേ ഞാൻ നിനക്ക് എൻ്റെ മജ്ജയാണ് തരുന്നത്. ഗുരുശിഷ്യ ബന്ധത്തിൽ എല്ലായ്പ്പോഴും ഉള്ള ചോദ്യമാണ്, നിനക്ക് എൻ്റെ അങ്കിയാണോ എൻ്റെ മജ്ജയാണോ വേണ്ടത്? പരിശുദ്ധനായ മാർ തോമാസ് ശ്ലീഹ ക്രിസ്തുവിൻ്റെ അങ്കിയിലല്ല തൊട്ടത്, അവൻ്റെ മാംസത്തിലും രക്തത്തിലുമാണ് തൊട്ടത്. അതാണ് നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹ നമുക്ക് നൽകുന്ന ആവേശവും ധൈര്യവും. ആ പരിശുദ്ധൻ ക്രിസ്തുവിൻ്റെ മജ്ജയിലും മാംസത്തിലും രക്തത്തിലും തൊട്ടുകൊണ്ട് ഈ ഭാരതത്തിൽ ഉണർത്തിയ സുവിശേഷ ദൗത്യത്തെ വീണ്ടും അണിയുവാനും ഉദ്ഘോഷിക്കുവാനും കൊടുക്കുവാനും പകർത്തുവാനും പരത്തുവാനും ഇന്നത്തെ ഓരോ മലങ്കര സഭാ മക്കൾക്കും ഏറെ കടപ്പാടുണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് നാം ഈ രക്തസാക്ഷിത്വത്തിൻ്റെ പവിത്രമായ ഓർമ്മ നിർവഹിക്കുന്നത്. അതുകൊണ്ട് നാം അങ്കിക്ക് വേണ്ടിയല്ല, ക്രിസ്തുവിൻ്റെ മാംസത്തിനും രക്തത്തിനും വേണ്ടി, അതിലൂടെ നാം ഈ ലോകത്ത് നൽകുന്ന സുവിശേഷ ദൗത്യത്തെ അനുഗ്രഹപൂർണം നിർവഹിക്കുവാൻ തക്കവണ്ണം ഈ ഓർമ്മ നമ്മിൽ നല്ല ഉണർത്തുപാട്ടുകളാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാർ തോമാസ് ശ്ലീഹായുടെ സിംഹാസനം നീണാൽ വാഴട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.